ഹലോ! ഇന്നിപ്പോൾ ഒരു പുതിയ പരീക്ഷണമായിട്ട് ഇറങ്ങിയേക്കാം കേട്ടോ. എന്താവും എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എടുത്തേക്കുന്ന ചൗവരിയാട്ടോ. നമ്മൾ ആ പായസത്തിലൊക്കെ ഇടില്ലേ, നമ്മൾ തിളപ്പിക്കുമ്പോൾ വീർത്ത് വരുന്ന സാധനം, അതിന് ഞങ്ങൾ ചൗവരി എന്നാട്ടോ പറയുന്നത്. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ച്. പിന്നെ ഞാൻ എടുക്കുന്നത് മാതളനാരങ്ങയാണ്. മാതളനാരങ്ങയൊക്കെ അങ്ങനെ പൊതുവേ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അത് പൊളിക്കാൻ ഇഷ്ടമല്ല. കാരണം കയ്യിലും നഖത്തിലും ഉടുപ്പിലും ഒക്കെ കറയാവും കേട്ടോ ഈ സാധനം പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പൊളിക്കാൻ മടിയാണ്. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കളയണ്ടല്ലോ, നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച സാധനമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പൊളിച്ചെടുക്കുവാണ്. അപ്പോൾ എന്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നൊക്കെ വഴിയേ മനസ്സിലാക്കാം. അപ്പോൾ അത് ആ ചൗവരി തിളച്ചു, അതിനകത്തേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അത് വീണ്ടും തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ടൊരു ചീനച്ചട്ടിയിൽ നെയ്യ് ചൂടാക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് പൊളിച്ച് വെച്ചിട്ടുള്ള മാതളനാരങ്ങ ഫുള്ളിട്ടൊന്ന് ഒരു 5 സെക്കൻഡോളം അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായി വരുന്നുണ്ടാവും. ഒരു പായസമാട്ടോ, ഒരു വെറൈറ്റി പായസം, ഒരു മാതള പായസമാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പാൽ ഇതേപോലെ നല്ലോണം കുറുക്കി തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് 2-3 ഏലക്ക പൊടിച്ചിട്ടിട്ട് ഈ ഒരു സാധനം കൂടി നമ്മൾ ഉണ്ടാക്കിയ മാതളവും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സ് ആക്കുക. എന്നിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് പിന്നെ പഞ്ചസാര ഇടണം കേട്ടോ ആവശ്യത്തിന്. അതും കൂടി ഇട്ട് കഴിയുമ്പോൾ സംഭവം അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.